ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇവിടെ കല്യാണം കഴിക്കാനുള്ളത് ഞാൻ. എനിക്ക് തരേണ്ട കെയർ സാമീപ്യമാണ് വെറും ഒരു PA അവന് കൊടുക്കുന്നത്. ഇവനും എന്റെ ശത്രു തന്നെയാ. സത്യം പറഞ്ഞ എനിക്ക് എന്തിന്റെ കേടായിരുന്നു. ഇവനെ ഇവിടെ പിടിച്ചിരുത്തേണ്ട വല്ല ആവശ്യമുണ്ടായിരുന്നു. താൻ എന്തിനെങ്ങനെ ഉച്ച വയ്ക്കുന്നേ? താൻ കാര്യം എന്താന്ന് വെച്ചാ പറയൂ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ഒന്നുമില്ലേലും നമ്മൾ കളിക്കൂട്ടുകാരല്ലേ? പിന്നെ കളിക്കൂട്ടുകാര്. ചെറുപ്പത്തിലെ നീ എനിക്കൊരു തലവേദനയായിരുന്നു. ഇപ്പൊ വീണ്ടും എന്തിനാടാ നീ എനിക്ക് വട്ടം നിൽക്കുന്നേ? അപ്പൊ ഞാനിവിടെ തന്റെ മുമ്പിൽ നിൽക്കുന്നതാണോ പ്രശ്നം? ശരി, ഞാൻ മാറിയേക്കാം. നീ വെറുതെ പൊട്ടം കളിക്കില്ല റോഹൻ. നിനക്കറിയാം നീ ഇവിടെ നിൽക്കുന്നതല്ല, ഋതികയുടെ എന്റെ ഇടയിൽ നീ നിൽക്കുന്നതാണ് എന്റെ പ്രശ്നമെന്ന് നിനക്ക് നന്നായിട്ട് അറിയാം. അതിന് തനിക്ക് ഋതികയുടെ എന്താ? തന്റെ ജീവിതത്തിൽ ഇന്ന് ഋതികയില്ല മാഷെ. താൻ ദിവ്യയെ കല്യാണം കഴിച്ചല്ലേ? പ്ലീസ്, ആ കുട്ടിയെയും കുഞ്ഞിനെയും നോക്കി സമാധാനമായിട്ട് ജീവിക്കും. എന്തിനാ വെറുതെ നീ ആ പാവം ഋതികയെ ബുദ്ധിമുട്ടിച്ചോണ്ടിരിക്കുന്നത്? ഋതികന്റെ മുറപ്പെണ്ണ. ഇതിനൊക്കെ ഞാൻ എന്ത് മറുപടി പറയാനാ എന്റെ ഈശ്വര? എടോ, ഋതിക തന്റെ മുറപ്പെണ്ണാണെന്ന ചിന്തയും വിചാരം ഉണ്ടായിരുന്നെങ്കിൽ താൻ ദിവ്യയെ പറയാൻ തന്നെ മോശം. നീ എന്താ ദീപക ഇങ്ങനെ? ആടാ, ദീപക് ഇങ്ങനെയാ, ഇതിനപ്പുറം. റോഹ ചെറുപ്പത്തിൽ ഓടിപ്പിടിച്ച് കളിക്കുന്നതിന്റെ ഇടയില് ഒന്നും രണ്ടും പറഞ്ഞ് തല്ലുകൂടിയതുപോലെ അല്ല. ഞാൻ പറയുന്നതനുസരിച്ച് നീ ഇവിടുന്ന് ഒഴിഞ്ഞു പൊക്കോണം. ഈ ഋതിക അങ്ങ് മറക്കണം. നിന്റെ അച്ഛനും അമ്മയും പോയിട്ട് നീ ഇനി മേലാൽ ഈ വീട്ടിൽ കാലുകുത്തരുത്. നിനക്ക് വാണിംഗ് തരുന്നതേ ഈ ദീപക്ക. ജീവൻ വേണമെങ്കിലേ ഞാൻ പറയുന്നതനുസരിച്ചു. താൻ എന്താടോ ഇത്ര കടുപ്പിച്ച് സംസാരിക്കുന്നത്? ആദ്യമായിട്ടാണ് കേട്ടോ എന്റെ മുഖത്ത് നോക്കി ഇങ്ങനെ ഒരാൾ സംസാരിക്കുന്നത്. താൻ നോക്കിക്കോ, ഞാൻ എന്റെ വല്യച്ഛനോട് പറഞ്ഞു കൊടുക്കും. നീ എന്താ നഴ്സറി കുട്ടിയോ? അവൻ വല്യച്ഛനോട് പറയോ അത്ര? എടാ, ഇത്രയും പേടിയുള്ള നീ എന്തിനാടാ എനിക്കെതിരെ നിൽക്കുന്നേ? എടോ, ഞാനൊരു തമാശ പറഞ്ഞാടോ. താൻ അപ്പോഴേക്കത് വിശ്വസിച്ചോ? ഞാൻ ആരോടും ഒന്നും പറയാൻ പോകുന്നില്ല. ഋതികയെ വിവാഹം കഴിക്കണമെന്നുള്ള എന്റെ ആഗ്രഹം ഞാൻ മറക്കാനും പോകുന്നില്ല. ഋതികയെ കല്യാണം കഴിക്കാത്തതിനുള്ള തന്റെ ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലാവും. പക്ഷേ അത് തന്റെ കയ്യിലിരിപ്പുകൊണ്ട് സംഭവിച്ചതായതുകൊണ്ട് എനിക്ക് തന്നോട് ഒരു സഹതാപവും ഇല്ല. ഞാനെടുത്ത തീരുമാനത്തില് ഒരു കുറ്റബോധവും ഇല്ല. താൻ ഈ ദേഷ്യപ്പെട്ട് BP കൂട്ടി ആരോഗ്യം പാഴാക്കാതെ ഒന്ന് പുറത്തെവിടെയെങ്കിലും പോയി കുറച്ച് കാറ്റൊക്കെ കൊണ്ട് മനസ്സ് ശാന്തമാക്കി കുറച്ചേരം ഇരിക്ക്. അപ്പൊ എല്ലാം ശരിയാവൂടോ. എനിക്കൊരു കോൾ ചെയ്യാനുണ്ട്. ഞാൻ എന്നാ പോട്ടെ. മൈ സ്വീറ്റ് ഫ്രണ്ട്. പാവം, നിന്റെ സ്ഥാനത്ത് ആരാണെങ്കിലും ഇങ്ങനെ പ്രതികരിക്കും. എന്ത് ചെയ്യാം, കഷ്ടമായി. റോഹൻ രാജു ഇരിക്കുന്നില്ലേ? വേണ്ട, ഞാനിരിക്കുന്നില്ല. ഞാനിവിടെ നിന്നോളാം. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. രാജു ഇരിക്കണം. ഈ വീട്ടിലെ ഓളിനോളായ രാജു ഇരുന്നില്ലെങ്കിൽ ഞാനിപ്പോ എണീക്കും. ഏയ്, അയ്യോ വേണ്ട സാർ, ഞാൻ പിന്നെ കഴിച്ചോളാം. രാജു ഇരുന്നേ പറ്റൂ. ഇരിക്ക് രാജു. ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചെന്ന് വെച്ച് ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ലല്ലോ. നീ ഇരിക്കുക. മോള് വിളമ്പി കൊടുക്ക്. ഞാൻ അപ്പോഴേക്കും കുടിക്കാൻ വെള്ളം എടുത്തിട്ട് വരാം. ശരി ചെറിയമ്മേ.
കുറച്ചുകൂടി. മതി മേഡം. അച്ഛാ, രാജു, മതി മേഡം. രാജുവിന് ഏറ്റവും ഇഷ്ടമുള്ള കറിയാ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. രാധമ്മ ഉണ്ടാക്കുന്നതിന്റെ അത്രയും വന്നിട്ടില്ലെങ്കിലും നന്നായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. രാധമ്മ ഉണ്ടാക്കുന്നത് പോലെ കുറച്ച് നാരങ്ങ നീരും കൂടെ ചേർത്താ ഞാൻ ഈ തോരൻ ഉണ്ടാക്കിയിരിക്കുന്നത്. രാജുവിന് ഇഷ്ടപ്പെടും. കഴിച്ചു നോക്ക്. ഞാനൊരുത്തൻ ഇവിടെ ഇരിക്കുന്നുണ്ടെന്നുള്ള ചിന്ത പോലും ഇവക്കില്ലല്ലോ. എന്നെ ആഹാരം കഴിക്കാൻ വിളിച്ചിരുത്തിയിട്ട് അപമാനിക്കാനുള്ള ശ്രമമാണ്. ഇവിടെ കല്യാണം കഴിക്കാനുള്ളത് ഞാൻ. എനിക്ക് തരേണ്ട കെയറും സാമീപ്യമാണ് വെറും ഒരു PA അവന് കൊടുക്കുന്നത്. ഇവനും എന്റെ ശത്രു തന്നെയാ. സത്യം പറഞ്ഞ എനിക്ക് എന്തിന്റെ കേടായിരുന്നു. ഇവനെ ഇവിടെ പിടിച്ചിരുത്തേണ്ട വല്ല ആവശ്യമുണ്ടായിരുന്നു. എനിക്കൂടി കറി വിളമ്പിത്തരാൻ അവളോട് പറഞ്ഞാലോ? മോളെ, റോഹന് കറി വിളമ്പി കൊടുക്ക്. സോറി അച്ഛാ, അച്ഛന് വിളമ്പി കഴിഞ്ഞ റോഹന് വിളമ്പി കൊടുത്തു എന്നാ ഞാൻ വിചാരിച്ചു. നീ അങ്ങനെ പലതും വിചാരിക്കുമെന്ന് എനിക്കിപ്പോ മനസ്സിലായി.